ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഒരുക്കി തന്ന സാവകാശത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ നാളുകളിൽ കണ്ടുപിരിഞ്ഞ നിമിഷം മുതൽ ഈ നിമിഷം വരെയും എന്നെയും നിങ്ങളെയും ഒക്കെ ദൈവം അത്ഭുതകരമായി പരിപാലിച്ചതിനായും നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ആശയവിനിമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. എന്നാൽ പലരും അതിനെ വില കുറച്ച് കാണുമ്പോൾ ഇന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും ദൈവമായിട്ടുള്ള നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് മനുഷ്യൻ പലപ്പോഴും വ്യാജം കാണിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, ആശയവിനിമയം നടത്തുമ്പോൾ, ഹൃദയത്തിന്റെ വിശാലതയിൽ നിന്ന് പറയാതിരിക്കുമ്പോൾ, ഹൃദയത്തിനകത്ത് അടക്കി വെച്ച കാര്യങ്ങൾ അവർ തന്നെ ഈ കമ്മ്യൂണിക്കേഷനെ അല്ലെങ്കിൽ ആശയവിനിമയത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും. നല്ലൊരു ആശയവിനിമയം നടത്തുന്ന ആളുകളായിട്ട് മാറുവാനിടയായി തീർന്നു. ആശയവിനിമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു മനുഷ്യനുമായിട്ട് അല്ലെങ്കിൽ വേറൊരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ മനസ്സിലാക്കി, അവരെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മാർത്ഥമായി കാര്യങ്ങൾ മനസ്സിലാക്കി ബോധ്യപ്പെട്ട് അവരോട് ആത്മാർത്ഥമായി ഇടപെടുന്നതിനെ ഒരു നല്ല ആശയവിനിമയമായിട്ട് നമുക്ക് കണക്കാക്കാം. അല്ലാതെ എന്തെങ്കിലും കേട്ട്, ആരെങ്കിലും പറയുന്നത് കേട്ട്, എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പലതും വെച്ച് മറ്റുള്ളവരോട് നമ്മൾ ആ ആശയം കറക്റ്റായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ്. ഇതുപോലെയാണ് കുടുംബജീവിതം, ഇതുപോലെയാണ് വ്യക്തിപരമായ ജീവിതം, ഇതുപോലെയാണ് നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ. നമ്മുടെ ഉള്ളിൽ ഒതുക്കി വെച്ച് നമ്മൾ നമ്മുടേതായ ഒരു വേർഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ഫെയിൽ ആവും, അല്ലെങ്കിൽ ആശയവിനിമയം കറക്റ്റ് ആകാതെ ആവും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ശുദ്ധ മനസാക്ഷിയോടെ, ശുദ്ധ ഹൃദയത്തോടെ നമുക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും അവരോട് ഇടപെടാനും കഴിയണം. അതിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. നമ്മുടെ ലക്ഷ്യം അങ്ങനെ തന്നെയായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുവാൻ, ബന്ധങ്ങൾക്ക് ബലം പകരുവാൻ ഒക്കെ ദൈവം നമ്മോട് കൂടെ നിന്ന് സഹായിക്കും. അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുമ്പോൾ നമ്മുടെ ആശയവിനിമയം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് എന്ന് പരിശോധിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഈ ദിവസം ദൈവം ദാനമായിട്ട് തരുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ചെയ്യുവാൻ, ആശയവിനിമയം കറക്റ്റ് ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് സന്തോഷം പകരുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.